ഇലക്ഷൻ സർവേ കൃത്യമായ പ്രവചനമാകുമെന്ന് എന്താണ് ഉറപ്പ്? പൂർണ്ണമായും അക്കാദമിക് താൽപ്പര്യത്തോടെ നടത്തുന്ന സർവേ രക്തഗ്രൂപ്പ് നിർണയം പോലെ കൃത്യമാകും. സെഫോളജി വിദഗ്ധനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ജി ഗോപകുമാറിൻ്റേതാണ് ഈ അഭിപ്രായം. ആര് ജയിക്കുമെന്ന പ്രവചനത്തിനപ്പുറം ജനാധിപത്യത്തിൻ്റെ ഭിന്ന മേഖലകളെ ആഴത്തിലറിയാനുള്ള അന്വേഷണമാണ് ഇലക്ഷൻ സർവേ. ഇപ്പോഴാകട്ടെ മാധ്യമ സ്പോൺസർഷിപ്പിൽ ആര് ജയിക്കുമെന്ന അന്വേഷണം മാത്രമായി ഇലക്ഷൻ സർവേ ചുരുങ്ങി. അക്കാദമിക് സർവേയിലെ ഒരു ഉദാഹരണം നോക്കാം. കേരളത്തിലെ ഹിന്ദു വോട്ടിൽ ഭൂരിപക്ഷം CPM-നും CPI-ക്കുമാണ്. എന്നാൽ രണ്ട് കക്ഷികളും ഹിന്ദു പാർട്ടികളല്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റ നോക്കിയിട്ട് കാര്യമില്ല. ഒരു സർവേയിൽ എത്ര പേരെ കണ്ടു, എത്ര വോട്ടർമാരെ കണ്ടു എന്നതല്ല പ്രധാനം. ആൾ കൂടുന്നതിൽ കാര്യമില്ല. മണ്ഡലത്തിലെ വ്യത്യസ്ത ഭൂപ്രദേശവും വോട്ടർമാരും കൃത്യമായ ഡാറ്റയും കടന്നു വന്നോ എന്നതാണ് പ്രധാനം. തൊഴിലാളിക്കും മുതലാളിക്കും പ്രൊഫസർക്കും കള്ളനും സർവേയിൽ സ്ഥാനമുണ്ട്. ഒരിക്കൽ മാവേലിക്കര മണ്ഡലത്തിൽ നടത്തിയ സർവേയിൽ കുപ്രസിദ്ധനായ ഒരു കള്ളൻ അതീവ ഉത്സാഹത്തോടെ സർവേയിൽ പങ്കാളിയായ കഥയും ഗോപകുമാർ പങ്കിട്ടു. രാജ്യത്തെ ആദ്യ ഇലക്ഷൻ സർവേ 1965 കേരളത്തിൽ നടന്നത് മുതലുള്ള കഥ ഗോപകുമാർ പറയുന്നത് കേൾക്കാം. ഇന്ത്യയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ വരുന്നത് ഏത് കാലത്താണ്? പാശ്ചാത്യ ലോകത്താണ് തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ ആദ്യമായി ജനകീയമായി കൊണ്ടുവന്നത്. പഴയ കാലത്ത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണിത് അവിടെയൊക്കെ പ്രചാരത്തിൽ വരുന്നത്. അതിനുശേഷം സാങ്കേതികവിദ്യ വളർന്നതും അതിനോടൊപ്പം പുതിയ താല്പര്യങ്ങൾ, രാഷ്ട്രീയത്തിലെ പുതിയ മാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുമൊക്കെ അവസരങ്ങൾ വന്നതുമെല്ലാം പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലുമെല്ലാം ഇത്തരം തിരഞ്ഞെടുപ്പ് പഠനങ്ങൾക്ക് വലിയൊരു സാങ്കത്യം ലഭിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഇത് വളരെ താമസിച്ചാണ് വന്നതെന്ന് പറയാം. 1965 ശേഷമാണ് തിരഞ്ഞെടുപ്പ് പഠനം ഒരു സ്ട്രക്ചറലായിട്ട് രാജ്യത്തുണ്ടായത്. അതിനു മുമ്പ് ഡൽഹിയിലെ വില്യം ഡക്കോസ്റ്റ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ സ്ഥാപിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ ചില മേഖലകളിൽ ഉപതെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ 1-2 മണ്ഡലങ്ങളോ എടുത്തുള്ള പഠനങ്ങൾ നടത്തി. പക്ഷേ നമുക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം, കേരളത്തിലാണ് ആദ്യത്തെ സംസ്ഥാന തലത്തിലുള്ള അല്ലെങ്കിൽ ഇത്രയും ജനകീയമായൊരു തിരഞ്ഞെടുപ്പ് പഠനം നടന്നത്. അത് 1965 ഡൽഹിയിലെ CSDS ഇന്ന് നിലനിൽക്കുന്നുണ്ട്, സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ അധ്യക്ഷനായ പ്രൊഫസർ രജനി കൊത്താരിയും കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വകുപ്പിലെ അന്നത്തെ അധ്യക്ഷനായ പ്രൊഫസർ VK സുകുമാരൻ നായരും കൂടി ചേർന്ന് നടത്തിയ പഠനമായിരുന്നു. അന്ന് ടെലിവിഷനും മാധ്യമങ്ങളൊന്നും ഇത്രയൊന്നും വലുതായില്ല. തിരഞ്ഞെടുപ്പ് പഠനത്തെക്കുറിച്ച് നാട്ടുകാർക്കും സർക്കാരിനും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അതൊരു ഗവേഷണ പ്രബന്ധത്തിൽ അവസാനിച്ചു. അതിൽ കവിഞ്ഞൊരു ജനകീയത അന്ന് ലഭിച്ചില്ല. എങ്കിലും അത് വളരെ കൗതുകരമായൊരു പ്രാധാന്യമുള്ള ഒരു സർവേ ആയിരുന്നല്ലോ. അത് എങ്ങനെയാണ് സാറിന് ഇങ്ങനെ ഒരു സർവേ നടന്നുവെന്ന് അറിയാൻ കഴിഞ്ഞത്? അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ കേരള സർവകലാശാലയിൽ നീണ്ടകാലം അധ്യാപകനായിരുന്നു. VK സുകുമാരൻ നായർ സാറിൻ്റെ അധ്യാപകനായിരുന്നു. അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യമായി ഈ വിവരം ലഭിക്കുന്നത്. പിന്നീട് ഞാൻ CSDS-ൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് കോർഡിനേറ്ററായി 1996 ശേഷം 2011 വരെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ CSDS-ൽ പരിശീലനത്തിനായി ഓരോ തവണ പോകുമ്പോഴും കേരളത്തിൻ്റെ കാര്യം അവരോട് ചർച്ച ചെയ്യുകയും പുതിയ തലമുറയിലുള്ള CSDS-ലെ അക്കാഡമിക്സ് സഞ്ജയ് കുമാർ, യോഗേന്ദ്ര യാദവ്, ഡോക്ടർ സന്ദീപ് ശാസ്ത്രി, പ്രൊഫസർ സൂരി, ഇങ്ങനെ സുഹാസ് പൽഷിക്കർ, അപ്പോൾ ഇവർക്കൊക്കെ കേരളത്തിൽ നടന്ന ചർച്ചയെക്കുറിച്ച് അറിയാവുന്ന മാത്രമല്ല ആ ഡേറ്റ് അവർ കണ്ടെത്തി വലിയ ഫയലുകളായിട്ട് ഹാർഡ് കോപ്പികളായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇലക്ട്രോണിക്കായിട്ട് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം, ചരിത്രപരമായ ഒരു വാല്യൂണ്. അവരത് ചെയ്യുകയും ആ ഡേറ്റയെല്ലാം എനിക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ ചരിത്രപരമായി ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പഠനം നടന്നത് കേരളത്തിലെ 65 നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ആ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. അതെ, ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ നിയമസഭ ചേരാതിരിക്കുന്ന ഒരു, അത് മാത്രമല്ല CPM ഏറ്റവും വലിയ പാർട്ടിയായ തെരഞ്ഞെടുപ്പായിരുന്നു. ഏറ്റവും വലിയ പാർട്ടി. കാരണം 133 നിയോജകമണ്ഡലങ്ങളിൽ 40 സീറ്റുകളിൽ CPM ജയിച്ചപ്പോൾ CPI മറുവശത്ത് 3 സീറ്റിൽ, കോൺഗ്രസ് ആകട്ടെ 36 സീറ്റിലും കേരള കോൺഗ്രസ് 24 സീറ്റിലും. അപ്പൊ അന്ന് മുതൽ ഈ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം അനിവാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഈ രജനി കോത്താരിയുടെ 65-ലെ ആ സർവേ എങ്ങനെയാണ് നടത്തിയതെന്നോ അത് എന്തായിരുന്നു അതിന്റെ ഫലപ്രദനമെന്നോ എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഞാൻ അന്ന് അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരോട് ചോദിച്ചപ്പോൾ പ്രൊഫസർ VK സുകുമാരൻ സാറിനെ സഹായിക്കാൻ
പിന്നീട് MG കോളേജിൽ അധ്യാപകനായ പ്രൊഫസർ രാമദാസ്, അദ്ദേഹത്തിന്റെ കീഴിലൊരു വലിയൊരു ടീമാണ് അവർക്ക് നിരന്തരമായ പരിശീലനം കൊടുത്ത്, കാരണം അന്നത്തെ ചോദ്യാവലി വളരെ വിപുലമായിരുന്നു. ഇന്നത്തെ പോലെ ഈ മാധ്യമങ്ങൾ നടത്താൻ ആര് ജയിക്കും ആര് നോക്കും അങ്ങനെ ചോദിച്ചൊരു ടച്ച് ആൻഡ് ഗോ അല്ല, വളരെ വിശാലമായ വിപുലമായ ഒരു ചോദ്യാവലിയായിരുന്നു. അപ്പം അതിനുവേണ്ടി പരിശീലനം നൽകുകയും ആ ഡേറ്റ കളക്ട് ചെയ്താണ് കൊണ്ടുവന്നത്. അന്ന് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ പിൽക്കാലത്ത് ആ ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അന്നത്തെ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ കണ്ണാടി അതിൽ കൂടി തെളിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ജനങ്ങളുടെ മുന്നിലുള്ള ഒരു സംശയം, തെരഞ്ഞെടുപ്പ് സർവേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വോട്ടർമാരുടെ ചെന്ന് അഭിപ്രായം ചോദിക്കും, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഇത്തരത്തിലുള്ള ഒരു വോട്ട് അഭിപ്രായം തേടുന്നതിനപ്പുറം സെഫോളജി അല്ലെങ്കിൽ വോട്ടിങ്ങിന്റെ ഒരു ബിഹേവിയർ സയൻസ്, ഈ ശാസ്ത്രശാഖയുടെ വികാസം എങ്ങനെയായിരുന്നു? എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം? അത് ജനാധിപത്യം വളർന്നതോടുകൂടി ഈ പൗരധർമ്മവും അതോടൊപ്പം പൊളിറ്റിക്കൽ സോഷ്യോളജിയും വളരെ വളരെ ശക്തിപ്പെട്ടു. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് തന്നെ തീ അണയുകയും കത്തുകയും ചെയ്തതുപോലെ പലപ്പോഴും ഇത് കത്തുകയും പിന്നെ വെള്ളം കൊണ്ട് അണയ്ക്കുകയും, ചുരുക്കത്തിൽ ജനാധിപത്യം തന്നെ പല ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു 200-250 വർഷം കൊണ്ട് ലോകത്ത് ശക്തിപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പല മാനങ്ങളും പല കാര്യങ്ങളും പഠിക്കാനുള്ള അവസരം കിട്ടി. ഇത് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനിൽ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതോ പാർലമെന്റിലേക്കോ പ്രസിഡന്റിനെയോ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്, ഒരു ജീവിത ശൈലിയാണ്. അത് എല്ലാ അർത്ഥത്തിലും ഗ്രാസ് റൂട്ട് ലെവലിലും വരണം. ആ നിലയ്ക്ക് സാമൂഹികപരമായ ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം, രാഷ്ട്രീയ ജനാധിപത്യം, ഈ ഡയമെൻഷൻസ് വളർന്നു വന്നത് ലോകത്ത് പല ഘട്ടങ്ങളിൽ കൂടിയാണ്. ഇനിയും എത്രയോ മുന്നേറാനുണ്ട്. സാർ, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സർവേയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള പ്രധാന സംശയം, ഒരാളോട് ഒരു വോട്ടറോട് ചെന്ന് നേരിട്ട് ചോദിക്കും, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമുള്ള ജനതയുടെ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. അവരാരും തന്നെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള കാര്യം പറയണമെന്നില്ല. പക്ഷെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സർവേകളുടെ അടിസ്ഥാന രീതി? ഏതൊക്കെ തരത്തിൽ തെരഞ്ഞെടുപ്പ് സർവേകളുണ്ട്? തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സിൽ കൂടി കാണാം. നിർഭാഗ്യവശാൽ ഇന്ന് മാധ്യമരംഗത്ത് കാണുന്ന പലതും അത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പഠനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ടച്ച് ആൻഡ് ഗോ, എളുപ്പ റിസൾട്ട് കിട്ടണം, ഒരു സെൻസേഷണലൈസ് ചെയ്യണം എന്നതിൽ കവിഞ്ഞ കാര്യമില്ല. പക്ഷേ അക്കാദമിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പഠനങ്ങളും മാധ്യമങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പഠനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ പെട്ടെന്ന് കമ്പീറ്റ് ചെയ്യാൻ ഓരോ ചാനലുകാരും നടത്തുന്ന പഠനങ്ങൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല, അതിനകത്ത് ഡെപ്തുമില്ല. അതേസമയം ശരിക്കും അക്കാഡമിക് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേകൾക്കാണ് കുറച്ചുകൂടി സാങ്കത്യം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഞാൻ അക്കാഡമിക് സർവേകളിലാണ് കൂടുതൽ പരിചയം. അതെനിക്ക് പറയാൻ കൂടുതൽ നന്നായിട്ട് കഴിയും. കാരണം തെരഞ്ഞെടുപ്പ് പഠനം നടത്തുന്നതിന് ഒന്ന് അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് വേണം. ഒരു വ്യക്തിക്ക് മാത്രം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അതൊരു യൂണിവേഴ്സിറ്റി ആകാം, ഒരു തിങ്ക് ടാങ്ക് ആകാം, ഒരു സന്നദ്ധ സംഘടനയാകാം, വേണമെങ്കിൽ ഒരു മാധ്യമമാകാം. പക്ഷെ ആ സ്റ്റഡി നടത്താനുള്ള ക്ഷമ വേണം. അതിനു വേണ്ടുള്ള ബുദ്ധിമുട്ടും മെനക്കേടും അറിയണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിനകത്ത് സാമ്പത്തിക ചെലവുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളിൽ ഇന്ത്യ വലിയ രാജ്യമാണ്. ഈ രാജ്യത്ത് 144 കോടി ജനങ്ങൾ, 98 കോടി ജനങ്ങൾ വോട്ടർമാർ. അപ്പൊ ഇതിലൊരു 10,000 പേരെ കാണണമെങ്കിൽ നമ്മൾ കുറഞ്ഞൊരു 15,000 പേരുടെ ഒരു സാമ്പിൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ 18,000 പേര്, എന്നാലേ 10,000-ൽ എത്തുള്ളൂ. ഒരു 70% സക്സസ് ആയാലേ 10,000-ൽ. ആ 10,000-നെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒരു പഠനം വേണം. എല്ലാ സ്റ്റേറ്റുകളും വേണോ? തീർച്ചയായിട്ടും വേണം. പക്ഷെ എല്ലാ സ്റ്റേറ്റുകളിലും തുല്യ സാമ്പിളാണോ? ഒരിക്കലുമല്ല. ആ സംസ്ഥാനത്തിന്റെ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ആ പോപ്പുലേഷൻ, അതിന്റെ സാമ്പിൾ പോപ്പുലേഷൻ. ഇപ്പോൾ ഗോവയുടെ പോപ്പുലേഷൻ സൈസ് ആയിരിക്കില്ല സാമ്പിളിൽ ഉത്തർപ്രദേശിന്റെ, കേരളത്തിന്റെ സാമ്പിൾ സൈസ് ആയിരിക്കില്ല മധ്യപ്രദേശിന്റെ. ഇപ്പൊ കേരളം 2.5% ഉള്ളൂ ജനസംഖ്യയിൽ. അപ്പൊ സാമ്പിളും അതുപോലെ കുറയും. തീർച്ചയായിട്ടും 15,000-ന്റെ 2.5% കേരള സാമ്പിൾ വരുള്ളൂ. അപ്പൊ സാമ്പിളിംഗ് ഒരു പ്രധാനമാണ്. പിന്നെ എങ്ങനെ സാമ്പിൾ ചെയ്യുന്നു എന്നുള്ളതും ഒരു നടപടിക്രമമാണ്. ഈ സാമ്പിളിംഗ് നല്ല രീതിയിൽ അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ ചെയ്യണം. പക്ഷെ എണ്ണത്തിന്റെ കാര്യത്തിൽ പ്രിസ്ക്രിപ്ഷൻ നേരത്തെ തന്നെ നൽകാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പൊ 500 പേര് അല്ലെങ്കിൽ 1,500 പേര് എന്ന് പറയുന്ന ആ കണക്ക് നേരത്തെ തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ 1,500 പേരെ എവിടെ നിന്ന് എങ്ങനെ കണ്ടെത്തും? അപ്പൊ അതിനൊരു പ്രായോഗിക തീരുമാനമെടുക്കണം. ഇപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, കേരളത്തിലെ 15 ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എടുക്കാം. എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച്. പക്ഷെ ഇന്നിപ്പോൾ സാങ്കേതികവിദ്യ വലുതായതുകൊണ്ട് നമുക്ക് ഇലക്ട്രോൾ റോള് കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. മുമ്പ് അത് ബുദ്ധിമുട്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ
ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് 30 പേരെയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു റാൻഡം നമ്പറിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നമുക്ക് 30 പേര് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വേണമെങ്കിൽ 1200 പേരെയാണ് ആ പോളിംഗ് സ്റ്റേഷൻ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറുകളിൽ ക്രമ നമ്പറുകൾ വഴി ആൾക്കാരെ കണ്ടെത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം പോലൊരു മണ്ഡലം, അത് കടൽ തീരം മുതൽ വന അതിർത്തി വരെയുണ്ട്. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ആ മണ്ഡലത്തിൽ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാട്ടാക്കട എടുക്കുമോ അതോ വേളി ശംഖുമുഖം ഉൾപ്പെടുന്ന മണ്ഡലം എടുക്കുക, എങ്ങനെയാണ് തീരുമാനം? ഇതിനകത്ത് പ്രദേശത്തെ കുറിച്ച് നമ്മൾ സെൻസിറ്റീവ് ആവില്ല, മറിച്ച് നമ്മൾ സാമ്പിളിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള നമുക്ക് 2 പോളിംഗ് സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള മൊത്തം പോളിംഗ് സ്റ്റേഷനിലെ എണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് റാൻഡമായി 2 എണ്ണം എടുക്കുക. അതെങ്ങനെയാണ് റാൻഡമായിട്ട് എടുക്കുക? റാൻഡമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് പല മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് ലോട്ടറിയാണ്, നറുക്കെടുപ്പല്ല. അങ്ങനെ നറുക്കെടുക്കണമെന്നില്ല. നമുക്കിപ്പോ മൊത്തത്തിലുള്ള നിയോജകമണ്ഡലങ്ങളെ ഇപ്പൊ നമുക്ക് 4 പോളിംഗ് സ്റ്റേഷനാണ് എടുക്കണമെങ്കിൽ 2000 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിനകത്ത് 500 എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് ഒരു റാൻഡം സ്റ്റാർട്ട് തീർച്ചയായിട്ടും 10 താഴെ ആയിരിക്കണം. ആ റാൻഡം സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങി എന്നിരിക്കട്ടെ. ഇപ്പൊ 11 നമുക്ക് 9 നമുക്ക് ആദ്യം കിട്ടി. 9ന്റെ കൂടെ കോൺസ്റ്റന്റ് നമ്പറായ 500 കൂട്ടുക, അപ്പൊ അടുത്ത 509 ആയി. പിന്നെ അടുത്തൊരു 500 കൂട്ടുക 1009 ആയി. പിന്നെ അടുത്തൊരു 500 കൂട്ടുക 1509 ആയി. അപ്പൊ 4 വ്യത്യസ്ത മേഖലയിൽ നിന്ന് വന്നില്ലേ, മണ്ഡലങ്ങളിലെ വ്യത്യസ്ത മേഖലയിൽ നിന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഏരിയ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്, റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, ക്ലസ്റ്റർ സാമ്പിളിംഗിന് പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആണ്. പ്രഖ്യാപനം വന്ന ശേഷം പിന്നെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു സർവേ, അപ്പൊ 4 തരത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ തരം സർവേകളാണ്? അതെ തീർച്ചയായിട്ടും. അതായത് 1 മാസം മുമ്പ് ചെയ്യാം. ഞാൻ 1 മാസം മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ 2 ആഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും പ്രീ പോളാണ്. ഈ 1 മാസത്തിന് മുമ്പ് ചെയ്യുന്നത് 2 ആഴ്ച മുമ്പ് ചെയ്യുന്നത് തമ്മിലും വ്യത്യാസം വരും. 3 എക്സിറ്റ് പോൾ. എക്സിറ്റ് പോൾ, പ്രീ പോൾ 1 and 2. പിന്നെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് പോളിംഗ് സ്റ്റേഷനിൽ പുറത്തിറങ്ങുന്ന ആളെ ആ പോളിംഗ് സ്റ്റേഷന്റെ പ്രിമൈസസിൽ അതല്ലെങ്കിൽ വീട്ടിലെത്തുന്നതിന് മുമ്പോ വീട്ടിലെത്തിയ ഉടനെ ചൂടാകാതെ അതിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ വിതിൻ 1-2 മണിക്കൂറിനോ ഇന്റർവ്യൂ ചെയ്യുന്നതിനാണ് എക്സിറ്റ് പോൾ. അതാണ് ഏറ്റവും കറക്റ്റ് റിസൾട്ട് തരുന്നത്. പിന്നെ ഒന്നുള്ളത് പോസ്റ്റ് പോൾ, അതായത് 1 മാസം കഴിഞ്ഞോ 15 ദിവസവും കഴിഞ്ഞോ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തുന്ന സർവേയാണ്. അപ്പൊ പ്രീ പോൾ 1 and 2, എക്സിറ്റ് പോൾ ആൻഡ് പോസ്റ്റ് പോൾ, ഇങ്ങനെ 4 തരത്തിൽ അതിനെ സ്റ്റഡി ചെയ്യുക. ഈ 4-ൽ 4 അർത്ഥമുണ്ട്. പക്ഷെ ഇതിനകത്ത് ജയിക്കുന്നത് തോൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് ഒന്ന് എക്സിറ്റ് പോൾ ആണ്. അതല്ലെങ്കിൽ പ്രീ പോൾ അവസാനത്തെ 10 ദിവസം. ഇപ്പൊ 26-ാം തീയതി ഇലക്ഷനാണ്, 16-ന് ശേഷം നടത്തുന്ന പഠനമാണ് ഏറ്റവും ആക്യുറേറ്റ്. അതായത് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് 10 ആ സമയത്ത് വേണം ചെയ്യാൻ. കാരണം അതായത് ഈ സർവേയുടെ ഫലം, തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലം ആര് ജയിക്കും എന്ന് അറിയണമെന്നുള്ള പൊതുജനത്തെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. പക്ഷേ സർവേ നടത്തുന്ന ഏജൻസികൾക്ക് ഇത് മാത്രമായിരിക്കത്തില്ല താല്പര്യം, ധാരാളം വിവരങ്ങൾ അതിലൂടെ കിട്ടും. അപ്പൊ അങ്ങനെ സാറിന്റെ 25 സർവേകളിൽ നിന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സർവേകൾ കൊണ്ട് സമൂഹത്തിനും ഗവൺമെന്റിനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? വാസ്തവത്തിൽ ഞങ്ങൾ പഠിച്ച പുസ്തകങ്ങളിൽ നിന്നോ ഞങ്ങൾ മനസ്സിലാക്കിയ രാഷ്ട്രീയത്തിൽ നിന്നോ എത്രയോ കൂടുതലാണ് തെരഞ്ഞെടുപ്പ് പഠനത്തിൽ കൂടി മനസ്സിലാക്കിയത്. അതിന് കാരണം എന്താ അറിയോ? ഡെമോക്രസിയുടെ മാനങ്ങൾ, ജനാധിപത്യത്തിന്റെ മാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പഠനമാണ്. അതിനകത്ത് എല്ലാ ചോദ്യങ്ങളും വരും. രാഷ്ട്രീയം വരും, ചരിത്രം വരും, സാമ്പത്തികം വരും, നയരൂപീകരണം വരും, ഭാവിയിലേക്കുള്ള ചൂണ്ടുപലക വരും, വനിതാക്ഷേമം വരും, പട്ടിണി വരും, യുവജനക്ഷേമം വരും, തൊഴിലില്ലായ്മ വരും, വിദേശ നയം വരും, രാജ്യത്തോട് അടുത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്, അകന്നു നിൽക്കുന്ന രാജ്യമെന്ന്, ചുരുക്കത്തിൽ സൂര്യന് താഴെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ, ശാസ്ത്രീയ കാര്യങ്ങൾ, ഔഷധത്തിന് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ ജനങ്ങളുടെ മനസ്സ് നന്നായി അറിയാനുള്ള ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റാണ് സർവേ. ഞങ്ങളതിനെ പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ ഡൈമെൻഷൻസ് ഓഫ് ഡെമോക്രസി. ആ ഡെമോക്രസിക്കകത്ത് എല്ലാം ഉൾപ്പെടും. അപ്പോൾ നമുക്ക് വലിയൊരു ചോദ്യാവലിയാണ് പലപ്പോഴും എടുക്കുന്നത്. സാർ, അത് തന്നെ സംശയമുള്ളത്. നമ്മളിപ്പോൾ എത്ര ചോദ്യങ്ങളുണ്ടാവും? ഒരു 10-40 ചോദ്യങ്ങൾ ഈ രീതിയിൽ വോട്ടറുടെ മുന്നിൽ എത്തിക്കും. എങ്ങനെയാണ്? പ്രീ പോൾ സർവേ എന്ന് പറഞ്ഞാൽ 40 അല്ല, ഒരു 60-70 ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ നേരെ ചെന്ന് ഒരാളെ പിടിച്ച് നിങ്ങൾ ഇപ്പം പറയണം എന്നുള്ളതല്ല. നമ്മൾ സാമ്പിളിന്റെ സ്ഥലത്ത് നമ്മൾ നേരെ കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ സർവേക്ക് പോകുന്ന കുട്ടികൾ സാധാരണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 18-നും 21-നും വയസ്സിനിടയ്ക്കുള്ളവരാണ്. കാരണം ചെറുപ്പക്കാരാകുമ്പോൾ മൊബിലിറ്റി കൂടുതലാണ്, ആരോഗ്യമുണ്ട്, പിന്നെ അവർക്ക് അവരുടേതായ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഐഡിയലിസം ഉള്ളതുകൊണ്ട് പരിശീലനം കൊടുത്താൽ പരിശീലനത്തിനകത്ത് അവർ നിൽക്കും. അവരോട് പറയും നിങ്ങൾ ഇനി ഒരു 10 ദിവസത്തേക്ക് നിങ്ങളിൽ എന്ത് ബയാസ് ഉണ്ടെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ട്
നിങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളോട് പറയുന്ന ആൾക്കാർ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ യജമാനന്മാരായി കാണണം, ബോസ് ആയിട്ട് കാണണം. നിങ്ങൾ വെറും സ്റ്റെനോഗ്രാഫേഴ്സാണ്. ഇതാണ് ഞങ്ങൾക്ക് എന്തിനും മെത്തഡോളജി. റെസ്പോണ്ടന്റ് എത്ര പാവപ്പെട്ടവൻ, ഒരു കൂലിക്കാരൻ അല്ലെങ്കിൽ പട്ടിണി പാവം, പക്ഷെ അയാളുടെ മനസ്സിൽ നിന്ന് വരുന്നത് നമുക്ക് വേദവാക്യമാണ്. കാരണം എന്താണ്? അവരാണ് ജനാധിപത്യത്തിന്റെ സ്വരം. അല്ലാതെ അവരെ വായടപ്പിച്ചേ നിങ്ങൾ പറയുന്ന പൊട്ടത്തെറ്റാണ്. അതല്ല തെരഞ്ഞെടുപ്പ് പറയുന്നത്. അത് കേട്ട് എഴുതിയെടുക്കുന്ന സ്റ്റെനോഗ്രാഫറുടെ ജോലി. അതിനു മുമ്പ് റാപ്പോ ബിൽഡിംഗ് ഉണ്ട്. ചെന്നുടനെ ഒരാളെ കിട്ടില്ല. അവരെ വേണ്ട രീതിയിൽ സൗഹൃദത്തിൽ ഉണ്ടാക്കിയതിന് ശേഷമേ സർവേ തുടങ്ങാം. ആ സർവേ തുടങ്ങി ആ ചോദ്യാവലി നടത്തി ഈ 10-20 ചോദ്യങ്ങൾ ക്ഷമയോടുകൂടി ചോദിക്കണം. മാത്രമല്ല പല ചോദ്യങ്ങളും വീണ്ടും ആവർത്തിച്ചു കൊടുക്കണം. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ലീഡിങ് ആയിപ്പോകും. ലെഫ്റ്റിന് ഇത്ര വോട്ട് കിട്ടി. പക്ഷെ ലെഫ്റ്റിന് കിട്ടിയ വോട്ട് എവിടെ നിന്നാണ് വന്നത്? അതിന്റെ ഏജ്, അതിന്റെ പ്രൊഫഷൻ, അതിന്റെ റീജിയൻ, അതിന്റെ റിലിജിയൻ, അതിന്റെ കാസ്റ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്? ചുരുക്കം ഈ പഠനത്തിൽ കൂടിയല്ലേ നമ്മുടെ പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് 65% ലെഫ്റ്റ് വോട്ട് വരുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പാർട്ടി അല്ലാതെ. പക്ഷെ വരുന്നത് കൂടുതലും OBC ഹിന്ദുസ്. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റയെ കിട്ടില്ല, സർവേക്കേ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ചുരുക്കത്തിൽ ക്രോസ് ടാബുലേഷൻ വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ കാലം മുമ്പ് നടത്തിയൊരു സർവേയിൽ, CSDS നടത്തിയ സർവേയിൽ അന്ന് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയോ മുന്നണിയോ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായി ഒരു വോട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? പഴയകാലത്ത് കുറച്ചു കാലം മുമ്പ് നടന്ന സർവേയിൽ തന്നെ അതിൻ്റെ ക്രോസ് ടാബുലേഷൻ നോക്കിയപ്പോൾ, റിലീജിയസ് വൈസ് ടാബുലേഷൻ നോക്കിയപ്പോൾ അന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ആൾക്കാർ അവരുടെ അടുത്ത പ്രിഫറൻസ് പറഞ്ഞത് ലെഫ്റ്റിനോടല്ല. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഇതിനാണ് ക്രോസ് ടാബുലേഷൻ വേണ്ടത്. ഹൂ വോട്ടഡ് ഫോർ ഹൂം? BJPക്ക് വന്ന വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റി നിന്നാണെങ്കിൽ രണ്ടാമത് വരുന്ന എവിടെ നിന്നാണ്? 90% ഹിന്ദു എന്നാണ് പറയുന്നത്. ബാക്കി 10% എവിടെ നിന്ന്? അത് മനസ്സിലാക്കണമെങ്കിൽ ക്രോസ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സോഷ്യോ എക്കണോമിക് വേരിയബിൾസ്. സർവേ നടത്തിയതിലെ ഏറ്റവും രസകരമായി ഇപ്പോഴും ഓർമ്മിക്കുന്ന സർവേയിൽ ഓർക്കുന്ന രംഗം, ഇത് മാവേലിക്കരയ്ക്ക് അടുത്തൊരു ഗ്രാമത്തിൽ ഞങ്ങൾ അയച്ച ഒരു റെസ്പോണ്ടർ, ഒരു പോൾസ്റ്റർ, ഞങ്ങളിതിനെ പോൾസ്റ്റർ എന്നാണ്. ഈ വിദ്യാർത്ഥി കഷ്ടിച്ച് 20 വയസ്സേ ഉള്ളൂ, നല്ല സമൂഹനായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം ആ നാട്ടുകാരനല്ല, തിരുവനന്തപുരത്തുകാരനായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ബന്ധുവിന്റെ സഹായത്തോടു കൂടി ഒരു മോട്ടോർ സൈക്കിളും എടുത്ത് അദ്ദേഹം ഇങ്ങനെ ഓരോ ആൾക്കാരെ കാണാനായിട്ട് പോകും. അപ്പോൾ നാട്ടുകാരൊക്കെ ഒരു പോളിംഗ് സ്റ്റേഷൻ അകത്താണല്ലോ ഈ കറക്കം. നാട്ടുകാരികൾ ഇയാൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? നാട്ടുകാരിൽ ചിലർ ഇവൻ CID ആണ്, ചിലർ പറഞ്ഞവൻ പോലീസാണ്. യാദൃച്ഛവശാൽ സാമ്പിളിനകത്ത് വന്ന ഒരു വോട്ടർ, അയാൾ ക്രിമിനൽ പശ്ചാത്തലവും ജയിലിൽ കിടന്നതുമായ ഒരു പാസ്റ്റ് ക്രിമിനലായിരുന്നു. അപ്പൊ ഈ പേര് കണ്ടപ്പോ ഇയാൾ സബ് ഇൻസ്പെക്ടറോ CID-യോ ആണ്, അതുകൊണ്ട് ഇയാൾ വന്നത് മറ്റവനെ പിടിക്കാനാണ്, വേഷമാർഗം. അയാൾ മറുവശത്ത് അയാൾ ഇത് അറിഞ്ഞിട്ട് അയാൾ ഓടാൻ തുടങ്ങി. ഈ ഒരാഴ്ച അയാൾ അവിടെ ഉള്ളത്, അയാൾ ഓടാൻ തുടങ്ങിയെങ്കിൽ ഇയാൾ ഒടുവിൽ കണ്ടെത്തി. കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഈ എക്സ് ക്രിമിനലായ അയാൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. സാറേ, ഇത്രയും കാലമായിട്ട് എന്നെ അന്വേഷിച്ച് ഒരാൾ ഇങ്ങനെ വന്നല്ലോ, എനിക്ക് വലിയ സന്തോഷമായി. സാറിന് എന്തറിയണം ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാമെന്ന് മാത്രമല്ല, അയാളുടെ നിന്ന് പറഞ്ഞു. മാത്രമല്ല, ഇനി സാറിന് എവിടെയൊക്കെ പോകണം വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു വന്നത്, സാമ്പിളിനകത്ത് ആരും വരാം. അംഗവൈകല്യമുള്ളവർ വരാം, പിന്നെ ഒരു ക്രിമിനലിന് വരാം, ഒരു വളരെ വർഗീയവാദിക്ക് വരാം, ഒരു നല്ല സാമൂഹിക പരിഷ്കർത്താവിന് വരാം, നിരക്ഷരായ ആൾക്കാർക്കും വരാം. അപ്പൊ ഇതെല്ലാം സാമ്പിളിൽ എല്ലാം പെടും, എല്ലാവരും. അപ്പൊ ഇതാണ് സർവേയുടെ പ്രത്യേകത. ആരും എപ്പോഴും വരാം. യാദവിനെ കാണുന്നതും അദ്ദേഹം തിരക്കി വരുന്നതായിട്ട് ഒരു അനുഭവം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് യോഗേന്ദ്ര യാദവ് സാറിനെ തിരക്കി വരുന്നത്? അത് പിന്നെ ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ ഞാൻ അധ്യാപകനായിട്ട് നീണ്ടകാലമായി. ഞാൻ സെമിനാറുകൾക്കും പ്രബന്ധ അവതരണങ്ങൾക്കുമായി രാജ്യമൊട്ടുക്ക് സഞ്ചരിച്ച് സ്വാഭാവികമായിട്ടും കേരളത്തിനപ്പുറം എനിക്കൊരു അക്കാഡമിക് റെപ്യൂട്ടേഷൻ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ഒരാളെ അന്വേഷിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ എൻ്റെ പേര് പറയുന്നു. അപ്പോൾ ഇത് വളരെ ഞാൻ 25 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 28 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ യോഗേന്ദ്ര യാദവ് എന്നെ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് കേരളത്തിലെ ഒരു പൊട്ടൻഷ്യലായിട്ടൊരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ഇന്നാരാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ ഒരു ദിവസം എനിക്ക് 95 തിരുവനന്തപുരത്ത് വസതിയിൽ ഫോൺ വരുന്നു. എൻ്റെ പേര് യോഗേന്ദ്ര യാദവാണ്, ഞാൻ അത്യാവശ്യം തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്, പഞ്ചാബിൽ ഒരു അധ്യാപകനായി ഇരിക്കുക, അന്ന് അദ്ദേഹം ലെക്ചറാണ്. അപ്പോൾ എനിക്ക് താങ്കളെ കാണണമെന്ന്, തിരഞ്ഞെടുപ്പ് പഠനത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വരട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് വരുന്നത്, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, CDS താമസിക്കണം, വന്നോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹവും കുടുംബമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാനൊരു കാറിലോ ഓട്ടോറിക്ഷയിലോ അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹം ബസ്സിൽ വന്ന് അമ്പലമുക്കിൽ ഇറങ്ങിയിട്ട് ആരോടും ചോദിക്കാതെ ഞാൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് നടന്നു കയറി വരുന്ന രംഗം ഞാൻ ഗേറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സർവേ ചെയ്യുന്ന ഒരാളുടെ ആ ഒരു പേഴ്സണാലിറ്റി അതെങ്ങനെ സർവേ, കാരണം നമ്മൾ ആക്യുറസി. അപ്പൊ യോഗേന്ദ്രനാഥൻ ആദ്യമായിട്ട് കാണുന്ന അതാണ്. പിന്നെ ചായ സൽക്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ചർച്ചകളിലേക്ക്. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയെങ്കിലും എല്ലാ ആഴ്ചയും അദ്ദേഹം അയക്കുന്ന ഒരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിന്റെ കോപ്പി എൻ്റെ മെയിൽ ബോക്സിൽ വരും. ഞാനത് വായിക്കും. അതിലെ വിമർശനങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം അപ് ടു ഡേറ്റ് ആണ്. ഈസ് എ വണ്ടർഫുൾ അക്കാഡമിഷ്യൻ. അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിന് ഒരു നഷ്ടമാണ് ഉണ്ടായത്. പാർട്ടി പൊളിറ്റിക്സ് അദ്ദേഹം പാർട്ടി പൊളിറ്റിക്സിൽ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അദ്ദേഹം തിരിച്ച് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വന്നാൽ സിഫോളജിയിലെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റിയ ഒരു അനലിസ്റ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ സർവേ ചെയ്യുന്നതിന് നല്ല ടെമ്പർമെന്റ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർവേ, CSDS സർവേ ആണല്ലോ ദ ഹിന്ദു, NDTV ഒക്കെ ഏറെക്കാലം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഈ യാദവ് തിരക്കി വന്ന് സാർ വീട് കണ്ടെത്തി. അതൊരു നിരീക്ഷകന്റെ, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന ഒരാളുടെ ഒരു പ്രത്യേകതയായിട്ട് വേണം കണക്കാക്കാം. ഇതേപോലെ തന്നെ ഈ യോഗേന്ദ്ര യാദവ് പിന്നീട് കേരളത്തിൽ വരികയും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കൗതുകരമായ അനുഭവം ഉണ്ടായി? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പലപ്പോഴും സർവേ കേരളത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരും, മറ്റു സ്ഥലങ്ങളിൽ പോകും, സർവേ ചെയ്യും, ആൾക്കാരുമായിട്ട് കാണും, പത്രലേഖകരെ കാണും. ചുരുക്കത്തിൽ നാട്ടുകാരെ മനസ്സിലാക്കി കേരളത്തിലുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാനാണ് വരുന്നത്. ഒരു തവണ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞാൻ എയർപോർട്ടിൽ പോയപ്പോൾ, അന്ന് എയർപോർട്ടിനകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അതേ പ്ലെയിനിൽ തന്നെ വയലാർ രവി ഉണ്ടായിരുന്നു. വയലാർ രവി മന്ത്രിയായ ഉടനെയാണ് വരുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ പുറത്തൊരു ജനാവലി ഉണ്ടായിരുന്നു. അപ്പോൾ യോഗേന്ദ്രനാഥിന് കാര്യം മനസ്സിലായി. ഐ വാണ്ടഡ് ടു സീ ഹൗ വയലാർ രവി, യുവർ ന്യൂ മിനിസ്റ്റർ, ഈസ് ബീയിങ് റിസീവ്ഡ്. ഐ വാണ്ടഡ് ടു സീ ഹിം ഹൗ ഹി ഈസ് റിസീവ്ഡ് ബൈ ദ കേരള പോപ്പുലേഷൻ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു നിരീക്ഷകന്റെ പ്രത്യേകത എല്ലാ രംഗത്തും വേണം. ഒരു ജാഥയെ നോക്കി നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തെ നോക്കി ശ്രദ്ധിക്കണം. വലിയൊരു മീറ്റിംഗ് ഇപ്പോൾ കോഴിക്കോട് നടക്കുകയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് നടത്തുകയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അനുസരിച്ചുള്ള വേദികൾ. ഞാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങിനൊക്കെ അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ നിന്നോ അല്ലാതെയോ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പലപ്പോഴും പ്രസംഗവേദിയിൽ എന്ന് നടക്കുന്നു മാത്രമല്ല, ജനങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ കൗതുകത്തോടെ ജനങ്ങളുടെ റിയാക്ഷൻ. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞു തന്ന മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ എല്ലാ മനസ്സും കാതും കൂർപ്പിച്ചിരിക്കണം. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. ചുരുക്കത്തിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ഒരു നാട്ടുപുറത്തെ കടയിൽ നടക്കുന്ന ഒരു പെട്ടിക്കടയിൽ നടക്കുന്ന വർത്തമാനമാണെങ്കിലും നമ്മൾ അവിടെ കയറി തർക്കിക്കാതെ ആ വർത്തമാനം എന്താണെന്ന് കാതോർക്കുന്നതും പഠനത്തിൽ ആര് ജയിക്കുന്നു എന്ന് തോക്കുന്നതിനപ്പുറം എന്താണ് ജനാധിപത്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, അതിന്റെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്, അത് ചുരുക്കത്തിൽ അതിന് ആഴത്തിലേക്ക് ഇറങ്ങണം. അതനുസരിച്ചുള്ള സർവേ വേണം നടത്താൻ. അതല്ലാതെ ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദി സെലക്ഷൻ, മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ആര് ജയിക്കുന്നുള്ള, അതിനേക്കാൾ എത്രയോ നല്ലതാണ് നാട്ടിലെ പ്രശ്നങ്ങൾ അറിയുക, രാഷ്ട്രീയം അറിയുക, സാമൂഹിക പ്രശ്നങ്ങൾ അറിയുക, ലോകത്തെക്കുറിച്ച്. ഞാൻ ഉദാഹരണമായിട്ട് ഇത് ഈ ചോദ്യാവലിയിൽ തന്നെ പിൽക്കാലത്ത് ഞാൻ അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ അതിപ്പോൾ പറയുമ്പോൾ വളരെ വൈരുദ്ധ്യമായിട്ട് തോന്നും. വിദേശ രംഗത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യം, ഇന്ത്യയുടെ സുഹൃത്ത് ആരാണ്? അതിൽ ഒന്നും രണ്ടും. ഈ ഇന്ത്യയുടെ ഏറ്റവും വിരോധമുള്ള രാജ്യം ഏതാണ്? ഒന്നും രണ്ടും. അപ്പോൾ ഞാൻ ആ സർവേ കേരള ഡേറ്റ കിട്ടിയപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. അന്ന് 98 ഓർമ്മ, ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യം പാകിസ്ഥാനാണ്. അത് ചിലപ്പോൾ ഇന്നും അങ്ങനെ ആയിരിക്കാം. രണ്ടാം സ്ഥാനം വന്നത് അമേരിക്കയായിരുന്നു. കേരളത്തിന്റെ അവിദ്വേഷത്തിന് ഈ കേരളത്തിനോട് ഏറ്റവും ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും അടുപ്പം കാണിക്കുന്ന രാജ്യം അന്ന് വന്നത് റഷ്യ. രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. അപ്പൊ ചുരുക്കത്തിൽ അപ്പൊ നമ്മുടെ വിദേശധാരണയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പല വിവരങ്ങളും ആ സർവേയിൽ നിന്ന് കിട്ടും. കാരണം ഇവിടെ ഉണ്ടാകുന്ന നറേറ്റീവിന്റെ സ്വാധീനം. അതേപോലെ 2001 ഇലക്ഷനിൽ പ്രോബബിൾ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു താല്പര്യത്തിന് വേണ്ടി, കൗതുകത്തിന് വേണ്ടി ഞാൻ അന്ന് മദനിയുടെ പേരൂടെ ചേർത്തു. അന്ന് അദ്ദേഹത്തിന് 1% വോട്ട് എന്റെ സാമ്പിളില്. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ ഇതാണ്, അന്ന് മദനിയെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരളത്തിൽ 1%. സർവേയുടെ ഉദ്ദേശമാണെന്നാണ്. അപ്പൊ ചൈനയ്ക്കും റഷ്യക്കും കേരളത്തിൽ ഇത്രയും സപ്പോർട്ട് ബേസ് ഉണ്ട്. അതില് അമേരിക്ക വിരോധമായിട്ട് കാണുന്നതിനേക്കാളും ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ വലിയൊരു ആന്റി അമേരിക്കൻ ആറ്റിറ്റ്യൂഡ് മുസ്ലിം സമുദായത്തിലുള്ളതാണ്. ഞാനതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് അമേരിക്ക എന്തുകൊണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രുവായി. അത്ഭുതമൊന്നുമില്ല. ഒന്ന്,
കൺവെൻഷണൽ മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ അമേരിക്ക വൈരുദ്ധ്യമായിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്, അന്ന് വൈരുദ്ധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പീരിയലിസത്തിന്റെ നെടുങ്കോട്ട അമേരിക്ക എതിർക്കണം. സദാമിനെ ഉൾപ്പെടെയുള്ളവരെ അകത്താക്കിയ ആളാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്ക മുസ്ലിം വിരോധിയാണ്. ഇപ്പോഴും അതാണ് ഹമാസിന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും മുസ്ലിം സമുദായം വലിയ പരിധിവരെ അമേരിക്കയെ എതിർക്കുന്നു.